ഈ ഇലക്ഷനും കൂടി ഞാൻ വിജയിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ നാട്ടുകാർ വെറും പൊട്ടന്മാരല്ല, ലോക പൊട്ടന്മാരാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. തുടർ ഭരണം കിട്ടുന്ന മെമ്പർമാരുടെ പേരിൽ 2 പേരും കൂടി ചേർക്കപ്പെടും. അല്ല, നമ്മുടെ വാർഡിൽ തന്നെയാണ് നമ്മൾ കയറി ഇറങ്ങുന്നത്. എനിക്കാണ് ഈ വഴികളൊക്കെ കണ്ടിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കഴിഞ്ഞ തവണ വോട്ട് തേണ്ടിയ വീടുകൾ തന്നെയാണിത്. അതെങ്ങനെ പിടുത്തം കിട്ടും? കഴിഞ്ഞ തവണ പോയിട്ട് പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് കാലുകുത്തുന്നത്. ഇതൊന്നുമല്ല. ഇത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് പുതിയതാണ്. അതാണ് എനിക്ക് പെട്ടെന്ന് ഈ സ്ഥലം ഒന്നും കണ്ടിട്ട് മനസ്സിലാവാഞ്ഞത്. ഇത് പുതിയതൊന്നല്ല, ഇത് 3-4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ആണോ? എന്തായാലും നമ്മുടെ പാർട്ടി കൊണ്ട് ഒരു ഉപകാരം ഉണ്ട് നാടിനൊക്കെ. എന്താ മതിലൊക്കെ ഒന്നുമില്ല. അതിന് ഇത് പാർട്ടി കിട്ടിയതൊന്നല്ല, വീട്ടുകാർ പൈസ കൊടുത്ത് കിട്ടിയതാണ്. അത് നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പുരോഗതി എവിടെ കണ്ടാലും അത് പാർട്ടി കാരണം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞേക്കണം. കൂടെ നടന്ന് എല്ലാം പഠിച്ചു. അടുത്ത തവണ ഇലക്ഷൻ നിൽക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അമ്മച്ചി നമസ്കാരം ഉണ്ട്. മോനെ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? ഒരു 5 വർഷം പിന്നോട്ടൊന്ന് ചിന്തിച്ചു നോക്കി. 2025, 24, 23, മനസ്സിലായില്ല? 22. വെറുതെ അല്ല അമ്മച്ചിക്ക് മനസ്സിലാവാത്തത്. അന്ന് എന്റെ അപ്പിയറൻസ് ഇങ്ങനെ ആയിരുന്നില്ല. ഈ പാഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ എന്റെ സ്റ്റൈലിംഗ് ഇങ്ങനെ ആയിരുന്നില്ല. എന്ന് പിടിച്ചേ ഇതിങ്ങനെ ആ ഇലക്ഷൻ കാലഘട്ടത്തില് മെമ്പർ സതീശൻ അത് തന്നെ. നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവണം. പെട്ടെന്ന് കിട്ടിയത് മോനെ ഞങ്ങൾ ഇലക്ഷന് ജയിപ്പിച്ചു കിട്ടതല്ലേ, അല്ലാണ്ട് ഊര് വിലക്കിയതൊന്നുമല്ലല്ലോ. ഇത്ര നാൾ എവിടെയായിരുന്നു? ഗുഡ് ക്വസ്റ്റ്യൻ. കണ്ട വാർഡിലെ അംഗങ്ങളുടെ ക്യൂരിയോസിറ്റി കണ്ട. നിങ്ങൾ എന്നെ വിജയിപ്പിച്ച ശേഷം ഞാൻ വാർഡിന്റെ പുറത്തേക്ക് നിന്ന് പോയി. എന്തിനാണ്? പുറത്തു നിന്ന് വാർഡിനെ നോക്കി പഠിക്കാൻ. 5 വർഷത്തെ കോഴ്സാണ്. ഇപ്പൊ ഞാൻ പഠിച്ച് ഇനി എനിക്കിതൊന്ന് പ്രാവർത്തികമാക്കണം. അതിന് നിങ്ങൾ ഒരു 5 വർഷം കൂടി എനിക്ക് തരണം. അപ്പൊ ഓന്തിന്റെ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം, മറക്കരുത്. നിറം മാറോ? മാറ്റും. വാർഡിലെ നിറം ഞാൻ മാറ്റും. ശരി.